നമ്മുടെ വൈന് വേണ്ടിയുള്ള ചേരുവകൾ ചെയ്തു വെച്ചിട്ട് ഇന്ന് 10 ദിവസമായി. പൊട്ടിച്ചെടുക്കണം. പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയി വരികയല്ലേ. അപ്പം നമുക്കൊരു 2 കിലോ മുന്തിരിയുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോവുക, ഒരു വൈൻ. അപ്പോൾ ആ വൈൻ്റെ വീഡിയോ നിങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പം 2 കിലോ മുന്തിരിയാണ് നമ്മളെടുത്തത്. ഇത് കുരുവില്ലാത്തതാണ്. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ചീത്തയുള്ളതുണ്ടെങ്കിൽ കളഞ്ഞിട്ട് നമ്മൾ ഇറുത്തെടുത്ത് നല്ല വൃത്തിയായിട്ട് 1-2 വെള്ളത്തിൽ കഴുകി, അതിനുശേഷം ഇച്ചിരി ഉപ്പും ഇട്ട് വെള്ളത്തിലൊന്ന് കഴുകി ഫൈനൽ എടുക്കണം. പിന്നെ ഒന്ന് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇടം ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്ത് നല്ല പഞ്ഞി തുണിയിൽ തുടച്ച് വെള്ളമയെല്ലാം കളഞ്ഞെടുക്കണം. കാരണം ഒരു സ്വല്പമെങ്കിലും അതുണ്ടെങ്കിൽ നമുക്ക് അത് ചീത്തയായിപ്പോൾ നമ്മൾ ഇടുന്ന പ്രയോജനമില്ലാതാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ മുന്തിരി എടുക്കുമ്പോൾ ഉള്ള രീതി. ഒരു 2 കിലോ മുന്തിരിയാണ് നമ്മളെടുത്തത്. അപ്പോൾ ആ 2 കിലോ പഞ്ചസാര തന്നെ നമ്മൾ എടുത്തേക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മധുരത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ആരിടുന്നു അത് കണക്കാക്കി അവർക്ക് ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ 2 കിലോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വൈന് ചേർക്കാൻ വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തേക്കുന്നത്. അതായത് ഒരു 3 ലിറ്റർ വെള്ളം അപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 2 ചെറിയ തുണ്ട് കറുകപ്പെട്ട, ഒരു 5-6 ഗ്രാമ്പ്, 3-4-5 ഏലക്ക, 1 പിടി ഗോതമ്പ്, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇതാണ് ഇത്രയുമാണ് ഇതിൻ്റെ ഈ വൈന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഭരണി നല്ലോണം ഉണക്കി നല്ല വൃത്തിയായിട്ട് വേണം. നമ്മളിപ്പോൾ ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഗ്ലാസിൻ്റെ ജാറോ എന്ത് വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം കൂടി കഴുകി വെച്ചേക്കുന്ന മുന്തിരി താണ്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നല്ല ഉണങ്ങി, എന്ത് ചെയ്താലും നമ്മളത് ഈ വെള്ളമായ ഒരിക്കലും പാടില്ല. കാരണം ഇത്രയും പാടുപെട്ടിട്ട് നമ്മൾ ചീത്തയായിപ്പോൾ അത് ഒരു നല്ലോണം നമ്മൾ ഗവനിക്കണം. മുന്തിരിയെല്ലാം ഈ ഭരണിക്കകത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ 10 ദിവസം കൊണ്ട് എടുക്കണം. പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒന്ന് ഉടച്ച് എടുക്കണം. നമ്മളൊരു വടി നല്ല ഇതായിരുന്നു, ഈർപ്പമുള്ളതൊന്നും ഇട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യരുത്. മുന്തിരിയെല്ലാം നല്ലോണം പൊട്ടിച്ച് ഒരു മീഡിയം സൈസിൽ പൊട്ടിച്ചാൽ ഒരുപാട് പതയ്ക്ക് ഇതൊന്നും ആക്കേണ്ട കാര്യമില്ല. നമ്മളത് തയ്യാറായി. ഇതാണ് അതിൻ്റെ രീതി. 2 കിലോ മുന്തിരിയാണ് നമ്മൾ പൊട്ടിച്ചിട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ 2 കിലോ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 പിടി ഗോതമ്പ്, 5-6 ഗ്രാമ്പ്, 5-6 ഏലക്ക, കൂടെ കറുവാപ്പട്ടയും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ഇട്ട് ഇനി നമുക്കൊരു 3 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം. നമ്മുടെ വൈന് വേണ്ട ചേരുവകളെല്ലാം നമ്മൾ ഭരണിയിലിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് ജോയിൻ്റ് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മുടെ എല്ലാ ചേരുവകളും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഭരണിക്കകത്ത് റെഡിയാക്കി വെച്ചു. ഭരണി അടച്ചതിന് ശേഷം ഇത് നല്ലോണം വൃത്തിയായിട്ട് ഒരു തുണിയിട്ട് കെട്ടി കയറാത്ത രീതിയിൽ നമുക്ക് വെക്കാം. നമ്മളിപ്പോൾ വൈൻ കെട്ടി വെച്ച് ഇനി 10 ദിവസത്തേക്കാണ് നമ്മൾ വെക്കാൻ ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ദിവസവും നമ്മൾ ഏത് സമയം നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഈ 10 ദിവസവും അതേ സമയത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. അതിന് തടിത്തവിയായിരിക്കണം. അത് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മളത് വൈൻ ചീത്തയായിപ്പോൾ പിന്നെ അത് കാര്യത്തിനും കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. നമ്മുടെ വൈന് വേണ്ടിയുള്ള ചേരുവകൾ ചെയ്തു വെച്ചിട്ട് ഇന്ന് 10 ദിവസമായി. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് അതിൻ്റെ പ്രവർത്തനം നോക്കാം. 10 ദിവസവും നമ്മൾ പിന്നെ ഇത് എല്ലാ ദിവസവും ഒരു നേരം മിക്സ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രവർത്തനമൊക്കെ ഏകദേശം എല്ലാം റെഡിയായി. നല്ല വൃത്തിയായിട്ട് ഉണ്ട് പ്രവർത്തനം. എല്ലാം എൻ്റെ വീട് വന്നു. യഥാർത്ഥത്തിൽ നല്ല കളറും ഒക്കെ വന്നു. നമുക്കിതൊന്ന് അരിച്ച് എടുക്കാം. ഇന്ന് അരിച്ചെടുക്കുന്നതിന് മുമ്പേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കാരണം എല്ലാം കൂടി ഒന്ന് ചേരുവയെന്ന് ചെറുതായിട്ട് ഫൈനലായിട്ട് ഇനി നമ്മൾ അവസാനത്തെ പരിപാടിയാണ്, അരിച്ചെടുത്താൽ മാത്രം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ അരിക്കുന്നെങ്കിൽ ഒരു ഫൈനലിൽ തുണി വെച്ചും കൂടി ഒന്ന് അരിച്ചെടുക്കണം.
അങ്ങനെ കംപ്ലീറ്റ് എല്ലാം എൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നല്ലോണം ഉടച്ചിട്ടത് കൊണ്ട് ഇതൊന്നും കൂടി നമുക്ക് തുണിയിൽ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ശേഷം കുപ്പിയിൽ നമുക്ക് മാറ്റാം. നമ്മൾ നല്ല കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുത്ത് കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം. വൃത്തിയായിട്ട് ഓരോ കുപ്പിയിലും മാറ്റി വെച്ചാൽ ചീത്തയാത്രല്ല. നല്ല കണ്ണീര് നല്ല സുന്ദരമായ സാധനം. മുന്തിരി വൈൻ റെഡിയായി. നമ്മൾ കളറുകളൊന്നും ചേർത്തില്ല, അതായത് ആ മുന്തിരിയുടെ കളർ തന്നെ. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വീര്യമുണ്ട്. ഇത് ആ മുന്തിരിയുടെ കളർ തന്നെ. നമ്മൾ 2 കിലോ മുന്തിരിക്കാണ് നമ്മൾ ഇട്ടത്, പക്ഷേ 5 കുപ്പി നമുക്ക് കിട്ടി. 10 ദിവസമാണ് നമ്മളെടുത്തത്, പക്ഷേ എങ്കിലും നല്ല വീര്യമുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്തു വെച്ചാൽ നമുക്ക് നിത്യേന ഒരു സ്വല്പം ഉപയോഗിച്ചാൽ ശരീരത്തിനൊക്കെ നല്ലതാണ്. കാരണം നാച്ചുറൽ മുന്തിരിയുടെ ഒരു വൈനല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ബായ്.